ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തത് നമ്മളുടെ റമദാൻ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ റമദാൻ്റെ നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ കിച്ചണിൽ വന്ന് ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് കിച്ചണിൽ കയറിയപ്പോൾ 4:45 ആയിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കൻ കറി വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാമെന്ന്. പിന്നെ തക്കാളി അങ്ങനെ ഇന്നലെ കറി വെച്ചാൽ അതേ നോർമൽ രീതിയിൽ തന്നെയാണ് കേട്ടോ ഇന്നും കറി വെക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടും കമൻ്റാക്കിയിട്ടും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ തന്നെയാണ് വോയിസ് കൊടുക്കുന്നത് കൊണ്ട് വലിയ ഒരു വോയിസ് കൊടുക്കാനൊരു എന്താ പറയുക, ഒരു മന്ദാലിറ്റി പറയില്ലേ. എനിക്കില്ലേ ഈ നോമ്പായുള്ള പ്രശ്നമാണ്. ഒരു മൂക്കടപ്പും അതേപോലെ ഒരു കഫക്കെട്ടിൻ്റെ ഇഷ്യൂ വരും. അങ്ങനെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ. നോമ്പായാൽ മാത്രമേ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുള്ളൂ. അത് ഈ നേരത്തെ നീച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണോണ്ടാണോ എന്താണെന്നറിയില്ല. നോമ്പായി കഴിഞ്ഞാൽ ഒരു മൂക്കടപ്പും അതുപോലെ തന്നെ തൊണ്ടയിലൊരു കഫം വന്ന് നിൽക്കുന്ന ഒരു ഫീല് എന്നൊക്കെ അത് പോരാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെയുള്ള കഫം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു കഫം വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഫീലാകും, മൂക്കൊക്കെ അടഞ്ഞു പോകും കേട്ടോ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും നോമ്പെടുക്കുമ്പോൾ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി ഇന്ന് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നോമ്പിൻ്റെ തലേ ദിവസമല്ലേ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും ചതച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് എടുത്തുങ്ങാണ്ട് ചതച്ചൊക്കെ എടുത്തുങ്ങാണ്ട് ചിക്കൻ കറി ആദ്യം അങ്ങ് സെറ്റാക്കി കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് എന്താ പറയുക, ഇതിലേക്ക് തലേ ദിവസത്തെ പത്തിരി ഉണ്ട് കേട്ടോ കുറച്ച്. പിന്നെ ഇനി വല്ല പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ നോമ്പിൻ്റെ പേരും പറഞ്ഞങ്ങാണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ നോമ്പും പിടിച്ച് വൈകുന്നേരത്ത് ഉണ്ടാക്കണ ഫുഡൊക്കെ തിന്നീൻ്റെ ബാക്കി അങ്ങോട്ട് കളഞ്ഞ് അതുകൊണ്ടൊരു കാര്യമല്ലല്ലോ. ആ നോമ്പിൻ്റെ ഫലം കൂടി അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നറിയില്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തുന്നോ, തലേ ദിവസത്തെ പത്തിരി ഞാൻ ബാക്കി വന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി. എന്നിട്ട് അത് ഇന്ന് എടുത്തുങ്ങാണ്ട് ചൂടാക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് പത്തിരി ഉണ്ട്, പിന്നെ ബാക്കി വേണമെങ്കിൽ കുറച്ച് പുട്ടും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇപ്പം ഞാൻ കട്ടാക്കി കൊണ്ടിരിക്കുന്നത് പച്ചമുന്തിരിയാണ് കേട്ടോ. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഫ്രൂട്ട് സലാഡ് കുക്ക് ചെയ്യാതെ സാധാരണ നമ്മൾ പാലിൽ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് ഫ്രഷ് ക്രീം വെച്ചിങ്ങാണ്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെക്കുക. എന്തായാലും മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഒരു കുഞ്ഞിക്കൈ ഞാൻ എന്ത് സാധനം കട്ട് ചെയ്യാനെടുത്തു കഴിഞ്ഞാലും അതിൽ കൂടി ഒക്കെ വന്ന് പോകുന്നുണ്ട് കേട്ടോ. മക്കളുള്ള വീട്ടിൽ പൊതുവേ നോമ്പ് തുറയുടെ ടൈമിൽ ഇതായിരിക്കുമല്ലേ അവസ്ഥ. സ്നാക്സ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ കട്ട് ചെയ്യുന്നതൊന്നും നോമ്പുറക്കുന്ന ടൈമിലേക്ക് എണ്ണം തികയുന്നുണ്ടാവില്ല അല്ലേ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും. അവർക്ക് എന്താ അറിയണത്, എന്ത് നോലുമ്പ് ഒലിക്ക് നമുക്ക് നോമ്പാണെന്നോ നോമ്പറക്കുന്ന ടൈമിലേക്കാണ് ഇതെന്നോ അതൊന്നും അവരുടെ മൈൻഡിലില്ലല്ലോ. അവർ കഴിക്കട്ടെ എന്നില്ലേ, സ്വന്തം വീട്ടിൽ നിന്നല്ലേ ഇതുപോലെ എടുത്ത് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതാ കുറച്ച് പഴം കുറച്ച് പച്ചമുന്തിരിയും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡേറ്റ്സാണ് കേട്ടോ, ഈത്തപ്പഴം. അപ്പോൾ അയനക്കുട്ടി ഓരോ കുപ്പി വലിച്ചു കൊണ്ടുപോകുമ്പോൾ അയനക്കുട്ടിനോട് അങ്ങനെ പറയാണ് അതോളൊക്കെ എടുത്തുങ്ങാണ്ട് തോന്നിയത് കാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അനക്ക് ഫ്രൂട്ട് സലാഡ് തരൂല എന്ന് പറയുന്നു കേട്ടോ. ഓൾക്ക് എന്ത് ഫ്രൂട്ട് സലാഡ് വെച്ചിരിക്കണത്, എന്താ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ്പണ് കഴിക്കണം എന്നല്ലാതെ. അപ്പോൾ ആ ഡേറ്റ്സൊക്കെ ഞാൻ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചിങ്ങാണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഫ്രൂട്ട് സലാഡ്. കസ്റ്റാർഡ് പൗഡർ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ അപ്പോൾ അതിന് പറ്റിയ സാധനങ്ങളെല്ലാതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അണ്ടിപ്പരിപ്പുണ്ട്, ഈത്തപ്പഴം ഉണ്ട്, കിസ്മിസ് അതായത് നമ്മുടെ ഉണക്കമുന്തിരി ഉണ്ട്, പിന്നെ കുറച്ച് പഴം ഉണ്ടായിരുന്നു, അതുപോലെ കുറച്ച് പച്ചമുന്തിരി ഉണ്ടായിരുന്നു, വത്തക്ക ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിങ്ങാണ്ടൊരു ഇത് അങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നിന്നത്. എന്താപ്പാട് എന്നൊന്നറിയണമല്ലോ ഇങ്ങനെ ഫ്രഷ് ക്രീം വെച്ചിങ്ങാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കുറച്ച് ഈത്തപ്പഴം ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല പഴുത്തതായിട്ടുള്ള ഈത്തപ്പഴമായിരുന്നു കേട്ടോ. മറ്റേത് കുറച്ച് ബെല്ലൊക്കെ ഉള്ള ഒരു ഹാർഡായിട്ടുള്ളൊരു ഈത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കട്ടാക്കിയിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് മുന്തിരി ഇതൊക്കെ കട്ടാക്കിയ പോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കിസ്മിസ് അഥവാ നമ്മുടെ ഇതിന് കിസ്മിസ് എന്നും റൈസിൻസ് എന്നും പറയും. സത്യത്തിൽ ഇതിൻ്റെ പേരെന്താ ഇംഗ്ലീഷിൽ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ.
പിന്നെ അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, നമ്മളുടെ അണ്ടിപ്പരിപ്പ്, അതൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് കേട്ടോ. അതിലും വന്ന് എന്താണ്ടില്ലേ തപ്പിങ്ങാണ്ട് കത്തി കയ്യുമ്പോൾ തട്ടണീനെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണത്. അപ്പോൾ കത്തി പോണീൻ്റെ പിന്നാലെ വന്നുങ്ങാണ്ട് അതൊന്ന് എടുത്ത് പോകുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. ഇത് വേഗം ഇവിടുന്ന് സെറ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നോമ്പറക്കുമ്പോഴേക്കിന് പിന്നെ ഉണ്ടാവില്ല കേട്ടോ. ഓൽക്ക് കഴിക്കാൻ തന്നെയാണ്, എന്നാലിത് വെറുതെ കൊണ്ടുപോയി കഴിക്കുമ്പോൾ നമുക്കിത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുമ്പ് കുറച്ച് വത്തക്കയാണ് കേട്ടോ ഇപ്പോൾ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. വത്തക്ക പിന്നെ ഞാൻ അധികം അങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതിന്ന് ഞാൻ കുറച്ച് അയാനക്കുട്ടിക്ക് കട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വലിയ വത്തക്കയെന്നല്ല, അവൾക്ക് കട്ടാക്കി കൊടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ കസ്കസ് വെള്ളത്തിലിട്ടതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം കിടു ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിക്കണമെന്നല്ലാതെ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമലി പുറത്ത് വെക്കാൻ പറ്റുന്ന ഫ്രഷ് ക്രീമായിരുന്നു. പക്ഷേ ഞാൻ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അയാനക്കുട്ടിയായിട്ട് ചിലപ്പോൾ വല്ല ഐസ്ക്രീമോ അങ്ങനെ വേറെ എന്തെങ്കിലുമാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിച്ചാലോ വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ സ്ഥലമില്ലാതായപ്പോൾ ഞാനതെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിൽ വെച്ചപ്പോൾ അതങ്ങ് പിരിഞ്ഞു പോയി, തണുപ്പ് വിട്ടപ്പോൾ. അപ്പോൾ ഞാൻ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അവിടെ, പക്ഷെ അതങ്ങ് പിരിഞ്ഞു പോയി, പോരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര കട്ടിയായിരുന്നു. ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ എന്താണ്ടില്ലേ പീച്ച് നോക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ അതൊന്ന് തണിഞ്ഞ് വന്നപ്പോൾ അതങ്ങ് പിരിഞ്ഞു പോയി കേട്ടോ. അതായിരുന്നു അവസ്ഥ. പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രം ഒഴിച്ചെങ്ങാണ്ട് ഞാനത് എന്ത് ചെയ്തു, മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് കയ്യിൽ മിൽക്ക് മെയ്ഡും ഇല്ല, അതുപോലെ ഫ്രഷ് ക്രീമും ഇല്ല, കസ്റ്റാർഡ് പൗഡറും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറച്ച് പാലിൽ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അത് തണിഞ്ഞ് വരൂലേ, ആ തണിഞ്ഞ് വരുന്ന ടൈമിൽ ഈ ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. എല്ലാതൊന്നും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ലല്ലേ എല്ലാ വീട്ടിലും. അപ്പോൾ മക്കളുടെ പൂതിക്ക് ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയെന്ന്. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാനിതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് സമൂസയാണ് കേട്ടോ. അപ്പോൾ സമൂസ ഇന്ന് നമ്മൾ ചിക്കനും ഇതൊന്നും ഇട്ടിട്ടല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീട്ടിലും നമുക്ക് കറി വെക്കാനും അതുപോലെ സ്നാക്സ് ഉണ്ടാക്കാനും കൂടെ ഉള്ള ചിക്കനൊന്നും എത്തുന്ന വീടുകൾ ഉണ്ടാവില്ല. നമ്മൾ എല്ലാ വീട്ടിലത്തെ സിറ്റുവേഷൻസും ഒരുപോലെ ആയിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. അവിടെ ചിക്കൻ കറി തന്നെ വെക്കുന്നത് ചിലപ്പോൾ ഒരു ചിക്കൻ വാങ്ങി 2-3 ദിവസമൊക്കെ ആയിട്ടായിരിക്കും. ഇവിടെ നമ്മൾ കുറച്ച് പേരുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കാറ്. കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒരു ചിക്കൻ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2-3 ബോക്സിലാക്കി വെച്ച് അങ്ങനെയാണ് കേട്ടോ ഞാനിവിടെ വെക്കാറുള്ളത്. അങ്ങനെ വെക്കുന്ന ഒരുപാട് വീടുകളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഒരു സ്നാക്സിൽക്കും കൂടെ ഇടാനുള്ള ഇത് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടാകില്ല. കാരണം മക്കൾ കഴിക്കുന്നവരുണ്ടാകും, പിന്നെ ഡെയിലി ചിക്കൻ വാങ്ങിങ്ങാണ്ട് കറി വെക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ സ്നാക്സിൽക്കും കൂടെ ഇടാനൊന്നും എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഇടാത്തതാണ് കേട്ടോ. ചിക്കൻ ഇട്ടതും ചിക്കൻ ഇടാത്തയും ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന സ്നാക്സും ഇല്ലാത്തവർക്ക് ചിക്കൻ അല്ലാത്ത സ്നാക്സും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസങ്ങളും. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് സമൂസയാണ്. അപ്പോൾ സമൂസക്ക് ഫില്ലിങ്സ് ആയിട്ട് ഞാനിന്ന് എണ്ണ ഒഴിച്ച് വെല്ലുള്ളി വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഒരു നുള്ള് മുളക് പൊടി ഇതൊക്കെ ചേർത്തുങ്ങാണ്ട് അത് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിക്കുക. നമ്മൾ ഈ എഗ് ബുർജി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ സാധനം. പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സാധാ സമൂസൻ്റെ ഇത് ഫില്ല് ചെയ്യുമല്ലോ അതുപോലെ ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ. ചിക്കൻ്റെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചിക്കൻ വേണമെന്നൊന്നും ഇല്ലല്ലോ. ഇതാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ സമൂസ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു. അതുപോലെ തന്നെ വെള്ളം ജ്യൂസിൻ്റെ കാര്യം. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ടപ്പോഴേക്കിന് കൈകൾ വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ കൈകളിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ടാങ്ക് പൗഡർ ഉണ്ടല്ലോ, മാങ്ങൻ്റെ ടാങ്ക് പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രൂട്ട്സ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ ഒരു പാക്കറ്റ് ടാങ്ക് പൗഡറൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ആ ടാങ്ക് പൗഡർ
ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 ഏലക്കായും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുതിനയിലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. എൻ്റെ കയ്യിലില്ല, അതാ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോഴേക്കും കണ്ടില്ലേ പഞ്ചസാര പാത്രം കൊണ്ട് ഇരുന്നിക്കണത്. ഞാനിത് ഇവിടുന്ന് പോയിക്കണമെന്ന് വിചാരിച്ചിരിക്കണത് കേട്ടോ. പക്ഷെ പോയിട്ടുണ്ടാകുന്നില്ല. പഞ്ചസാര പാത്രം മുന്നിൽ വെച്ചിങ്ങാണ്ട് ഇരുന്ന് കഴിക്കാന്ന് കേട്ടോ. ഉച്ചക്ക് ഇതുപോലെ ആളെ തിരഞ്ഞിട്ട് കാണാണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പഞ്ചസാര പാത്രം ചെറുതുണ്ട് കേട്ടോ. നമ്മൾ ചായക്ക് ഇടാൻ വേണ്ടി ചെറുതിലാക്കി വെക്കുമല്ലോ, അത് എടുത്തുങ്ങാണ്ട് വീടിൻ്റെ പുറത്ത് പോയിരുന്നുങ്ങാണ്ട് തിന്നായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കണ്ടപ്പോൾ അത് വാങ്ങിങ്ങാണ്ട് അത് ഞാൻ റാക്കിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും വന്നിങ്ങാണ്ട് ആൾ അതെടുത്തുങ്ങാണ്ട് ഇടുകയെന്ന് കേട്ടോ. എന്താ പറയുക, തിന്നാന്ന് കേട്ടോ. പഞ്ചസാര പിന്നെ കുട്ടികളുള്ള വീട്ടിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, പഞ്ചസാര പാത്രമൊക്കെ എടുത്ത് വെക്കേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതാ ഐസ് ക്യൂബ് ഇട്ടുങ്ങാണ്ട് ഇതാ കുറച്ച് കസ്കസും ഒന്ന് റിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞില്ലേ. ഫ്രൂട്ട്സ് മറ്റേ ഇല്ലയെന്നുണ്ടെങ്കിലും ടാങ്ക് പൗഡർ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇങ്ങനത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പാക്കറ്റ് കസ്കസ് വാങ്ങിയാൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അതിൽ അത് വെള്ളത്തിൽ കുതിർന്ന് വരുമ്പോൾ ആവശ്യത്തിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതും ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയില്ലേ നമ്മൾ സമൂസ ചുറ്റിച്ചെടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ തലേ ദിവസം സ്നാക്സ് കുറച്ച് ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മക്കളെയും കൊണ്ട് അത് തീറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നെ അതേപോലെ ബാക്കിയായി പോകില്ലേ. അപ്പോൾ ഞാനത് അവരെയും കൊണ്ട് പിറ്റേ ദിവസം തീറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയാവാൻ ഉണ്ടാക്കൂല, നോമ്പല്ലേ. സമൂസ ആയതുകൊണ്ട് പിന്നെ ചിലവാവായൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനൊരു പാകത്തിന് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം എണ്ണക്കടി എന്ന് കരുതിയിട്ട് ഒരുപാട് ഉണ്ടാക്കി കൂട്ടിയിട്ടില്ല കേട്ടോ. ഒരു പാകത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഒരു ടൈമിലൊക്കെ ഞാൻ മറ്റേ ഇത് കണ്ടില്ലേ, ഫ്രഷ് ക്രീം ഇതാവാൻ വേണ്ടിയിട്ട് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കാന്ന് കേട്ടോ. പക്ഷെ അത് എന്താ പറ്റിയെന്നറിയില്ല, അത് പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമൂസയൊക്കെ ഇവിടെ ഞാൻ നല്ല പോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി റമദാൻ വ്ളോഗ് ഇടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ. അത്രേ എനിക്ക് വേണ്ടുള്ളൂ. ലൈക്കും കമൻസും ഒക്കെ ചെയ്യണം. എനിക്കില്ലേ ഞങ്ങൾ ലൈക്കിനേക്കായി കമൻറ്റ് ലൈക്ക് ചെയ്യരുതെന്നല്ല കേട്ടോ, എന്തായാലും ലൈക്ക് ചെയ്യണം. പക്ഷെ കമൻറ്റ് ഉണ്ടല്ലോ അത് കാണുമ്പോഴാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നുക. ഓരോ കമൻറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. കമൻറ്റ് ആരെങ്കിലും ഇട്ടിക്കണോ. ഞാൻ ആരുടെ കമൻറ്റിനും റിപ്ലൈ തരാത്തതില്ലല്ലോ. എൻ്റെ ഇതിലേക്ക് വരുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സംസാരത്തിൻ്റെ ഇടയിൽ എന്താ പറയുക എന്നുള്ളതൊന്ന് ഒഴിവാക്കുമെന്ന് ചോദിച്ചിട്ട് മിനിയാന്നത്തെ വീഡിയോയിലായിട്ട് ഒരു കമൻറ്റ് ഉണ്ടാകും. സത്യം പറഞ്ഞാലേ ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതിങ്ങനെ വോയിസ് ഫസ്റ്റ് മുതൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കൊടുത്തു പോവുമല്ലേ. അപ്പോൾ നമുക്കിത് പറയുമ്പോൾ ഒന്നും കിട്ടൂല ചിലപ്പോൾ. അപ്പോൾ ആ കിട്ടാത്ത ടൈമിൽ നമ്മൾ ഇതേപോലെ എന്താ പറയുക അങ്ങനെ ഓട്ടോമാറ്റിക് വന്നു പോകുന്നതാണ് കേട്ടോ. അത് ഞാൻ മനഃപൂർവ്വം കയ്യിൽ നിന്ന് എടുത്തിടുന്നതൊന്നുമല്ല. സംസാരിക്കണതിൻ്റെ അടിയിൽ നമുക്ക് ചിലപ്പോൾ പറയുന്നത് കിട്ടാത്തുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ്. അങ്ങനെ അതുവരായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി സമൂസത്തോലൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ബോക്സിലാക്കിയിട്ട് ഇനിയിപ്പോൾ ആ ഫ്രൂട്ട് സലാഡ് ഞാൻ പാത്രത്തിലാക്കി ജ്യൂസൊക്കെ എന്താ പറയുക ഗ്ലാസ്സിൽ കൂടി ഒഴിച്ച് വെക്കുകയെന്ന് കേട്ടോ. പിന്നെ സമൂസയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഒരു നോമ്പ് തുറക്ക് ധാരാളമാണ് കേട്ടോ. കറക്റ്റായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ തന്നെ ഒരു സമാധാനം കേട്ടോ. ബാക്കി വരുന്നതിൽ നല്ലതല്ലേ, കറക്റ്റ് എല്ലാവർക്കും തികയും ചെയ്യും എന്നാൽ ബാക്കി വരികയും ചെയ്യൂല ആ രീതിയിൽ. അപ്പോൾ എന്തായാലും സമൂസയും ഇതൊക്കെ തിന്ന് നമ്മൾ ഫുഡൊക്കെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരം ഓത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 9 മണി ആവാൻ നേരത്ത് ഒരു 8:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പുട്ടുണ്ടാക്കാൻ വിചാരിച്ചു. ഉപ്പാക്ക് പുട്ട് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ചോറും അരിപ്പൊടിയും വെച്ചിട്ടുള്ള പുട്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ പുട്ടുപൊടി വെച്ചുണ്ടാക്കുന്ന അതേപോലെ പത്തിരി ഞാനിവിടെ ആവി കയറ്റിങ്ങാണ്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കി ഇതേപോലെ നമുക്ക് പാകമായിരുന്നു കേട്ടോ. കാരണം അതിനുള്ള പത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഒരു കുറ്റി പുട്ടും കൂടെ ചുട്ടപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി ചിക്കൻ കറി അതിനടിയിൽ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടിൽ തേങ്ങ ഇട്ടിട്ടുണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ആ ഒരു ചില്ലിൽ ആ ഒരു പൊടി ഒട്ടിപ്പിടിച്ചിരിക്കാന്ന് കേട്ടോ. അടിയിൽ തേങ്ങ ഇട്ടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ പുട്ടൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ആക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.